the enlightened movement in Kerala. That is a basic chapter that we are going to deal. The word enlightenment means in Malayalam bodhodayam. മലയാളം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഇല്ലല്ലോ. ബോധോദയെക്കുറിച്ച് നമ്മുടെ അക്കാഡമിക് ലെവലിൽ ആദ്യമായി നമുക്ക് ഓർമ്മ ഏതാ? ഉറക്കെ പറയും. ബുദ്ധന് ബോധോദയം ഉണ്ടാവുന്നു. അപ്പൊ ദാറ്റ് ബോധോദയം എങ്ങനെ ഉണ്ടായത്? ഈസ് ഇറ്റ് കണക്റ്റഡ് വിത്ത് ഹിസ് ഓൺ knowledge alone? No. His knowledge was developed inside his house. Then at an early age of about 21 he got married. No, 16 he got married. And by 31 he left the house after a comfortable family life. Yet there was an aching in his mind connected with a certain his own questions which are connected with a certain events he had gone through in his daily life. That of a sannyasi, a corpse carried by the family members, an old man, then the birth. To him all these were sorrow and suffering. Is the world is for sorrow and suffering alone? No, he enjoyed some life. Yet he began to feel that one day I will become old and I will die. Then before my sorrow, family will cry. So he wandered from place to place in search of the reason of this sorrow. Ultimately he learned that reason of sorrow is karma or action. But our question is, this action is concerned with what? Now you are in this class. You are in the class. I know that not because you doesn't know Kerala history, but we want to know more. That means your knowledge is what? Limited or widened? Limited. So to enrich more knowledge, you have to learn more. This is a desire, is not getting more. Then Buddha asked the question, what is the reason of desire? You tell. ഒരു ഇൻട്രാക്ഷൻ ക്ലാസ് ആണ്. ഞാൻ മാത്രമായിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇടയ്ക്ക് എനിക്ക് റെസ്റ്റ് വേണം. ആഗ്രഹത്തിന് കാരണം എന്താ? ഇപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ആഗ്രഹം എന്താ? കേസ് ഒന്ന് പാസ്സാവണം. അതൊരു ആഗ്രഹമാണോ? അല്ലേ? ആഗ്രഹമാണ്. ഈ ആഗ്രഹം കൊണ്ട് നിങ്ങൾ ഇവിടെ വന്നു. കാര്യം എന്താ? ആഗ്രഹത്തിന്റെ കാരണം എന്താ? ആഗ്രഹം കൊണ്ട് രാവിലെ എഴുന്നേറ്റ് ബസ് സ്റ്റാൻഡിൽ ഇരുന്നാൽ പോരെ? അല്ലെങ്കിൽ എഴുന്നേറ്റ് വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ? പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. ടു ഗെറ്റ് സം നോളജ് ഈസ് നോട്ട്. അപ്പം ഡിസയർ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ്? നമുക്ക് പറയാൻ പ്രയാസമല്ലേ? ഞങ്ങളെ കൊണ്ട് തന്നെ സാറ് പറയിപ്പിക്കണം അല്ലേ? അറിവില്ലാത്തതുകൊണ്ട്. അത് പറയാൻ വിഷമം എന്തിനാ? അറിവില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഡിസയർ ഈസ് ബിക്കോസ് ഓഫ് വാട്ട്? ഇഗ്നറൻസ് ആണ്. നമ്മൾ ഇക്വേഷൻ ക്ലിയർ ആക്കി. ഡി ഈസ് ബിക്കോസ് ഓഫ് വാട്ട്? I leads to D.
D leads to action. Action leads to suffering. അപ്പോൾ എന്ത് വേണം? ആദ്യം എന്താ വേണ്ടത്? റിമൂവൽ ഓഫ് ഇഗ്നറൻസ് ആണ്. അതിനാണ് ബുദ്ധൻ ആദ്യമായിട്ടൊരു ക്യാപ്സ്യൂൾ തന്നു. 5-8 പച്ചമരുന്ന് ചേർന്നതാണ് അഷ്ടാംഗമാർഗ. അപ്പം അതുകൊണ്ടാണ് ബുദ്ധൻ പറഞ്ഞത് ആദ്യമേ നിങ്ങൾക്ക് എന്ത് വേണം? അറിവില്ലായ്മ മാറ്റണം. അതിനെന്ത് വേണം? നമ്മൾ പറയുന്ന അറിവല്ല, വിസ്ഡം വേണം. ദ ക്വാളിറ്റി ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടോ? ഞാൻ അവിടെ നിർത്തുക ചാപ്റ്റർ. സോ ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് എൻലൈറ്റൻമെന്റ്. ദ wisdom that Buddha got through his various exercises like the yoga, meditation and so on, finally reached the decision that every human being is having desire. So we have to either limit the desire or remove the ignorance. For that purpose, they also must be given with the right of education. This is one main point of enlightenment of the 18th century. 16-ാം നൂറ്റാണ്ടിന് ശേഷം, നിങ്ങൾ ഏൻഷ്യൻ്റ് ഒക്കെ പഠിച്ചതാണ്. ഏൻഷ്യൻ്റ് ഇന്ത്യ ചരിത്രം എന്ന് പറയുന്നത് AD ഏത് നൂറ്റാണ്ട് വരെയാണ്? 6-ാം നൂറ്റാണ്ട് വരെ, AD 6 വരെ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഹർഷവർദ്ധനന്റെ ഭരണകാലം വരെ, അതായത് കന്നൗജ് കേന്ദ്രമാക്കിയ ഹർഷവർദ്ധനന്റെ വർദ്ധന ഡിനാസ്റ്റി തീരുമ്പോൾ ഏൻഷ്യൻ്റ് ഇന്ത്യ തീരുന്നു. അത് കഴിഞ്ഞ് മിഡീവൽ ഇന്ത്യ തുടങ്ങുന്നു. ദാറ്റ് ഈസ് ഫ്രം 7th century. 12th century medieval period, early medieval, that is exactly 712 Arab conquest of Sindh to the establishment of the Delhi Sultanate, that is 1200 AD. എക്സാക്റ്റ് പറയുകയാണെങ്കിൽ 1196 AD എന്ന് പറയാം. 192 ഒന്നാം തറയിൽ യുദ്ധം, 92 രണ്ടാം തറയിൽ യുദ്ധം. അത് കഴിഞ്ഞ് മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ തറയിൽ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് അയാൾ തിരിച്ച് നാട്ടിലേക്ക് ഓടി, ഗോറിലേക്ക് പോയി. ആ സമയത്ത് അധികാരം ഇവിടെ സേനാനായകനായ കുതുബുദ്ദീൻ ഐബക്കിനെ ഏൽപ്പിച്ചു. അയാൾ രാജാവ് വന്നിട്ട് കസേരയിലിരിക്കാമെന്ന് പറഞ്ഞ് താഴെ ഒരു സ്റ്റൂളിലിരുന്നു. നമുക്ക് എളുപ്പം ഓർക്കാൻ പറ്റുന്ന അങ്ങനെ ഇരുന്ന ഒരാളുണ്ട് നമ്മുടെ തമിഴ്നാട്ടിൽ. ആരാ? ജയലളിത അധികാരം ഏൽപ്പിച്ചിട്ട് പോയപ്പോൾ കസേരയിൽ ഇരിക്കാതെ തൂണിലിരുന്നല്ലോ, പനീർ സെൽവം. പനീർ സെൽവത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ആണെന്ന് ആരെന്ന് പറയാം? കുതുബുദ്ദീൻ ഐബക്ക്. ഇങ്ങനെയൊക്കെ നമുക്ക് ഓർക്കാൻ എളുപ്പമുണ്ട്. പക്ഷേ ഗോറി തിരിച്ചു വരുന്ന വഴിക്ക് ഹി ഹാസ് ബീൻ അസാസിനേറ്റഡ്. സോ കർണൽ ലോട്ടറി വാസ് ഡൺ വിത്ത് ഹൂം? കുതുബുദ്ദീൻ ഐബക്ക്. അങ്ങനെയാണ് കുതുബുദ്ദീൻ രാജാവാകുന്നത്. So he was a slave person, so his dynasty came to be known as a slave dynasty. അത് മുതൽ ലോധി ഡിനാസ്റ്റി വരെ, that is slave dynasty, Khilji dynasty, Tughlaq dynasty, Sayyid dynasty, Lodi dynasty. This period of the 5 dynasties came to be known in toto as a Delhi Sultanate. In Islamic tradition, Sultan means king of a particular state. But above the Sultan there is a person called Caliph. So the hierarchy is there: Caliph, Sultan, Nawab, then Ustad, Fakir, and so on. This is the hierarchy line. So Caliph means the Caesar and Pope of Islam. പോപ്പിന് ഏത് സ്ഥാനമാണോ ക്രിസ്ത്യൻ സഭയിലുള്ളത് ആ സ്ഥാനമാണ് കാലിഫിനുള്ളത്. കാലിഫിൻ്റെ വേറൊരു പ്രത്യേകത, ലോകത്തിലെ മുസ്ലിം രാഷ്ട്രങ്ങളുടെ എല്ലാം സുപ്രീം അതോറിറ്റി കാലിഫാണ്.
അദ്ദേഹത്തിൻ്റെ ഉത്തരവുകൾക്ക് എതിർമൊഴിയോ എതിരഭിപ്രായമില്ല. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് ഇൻഫാലിബിലിറ്റി ഡിക്രീ എന്നതിന് പേര് വരുന്നത് തന്നെ. ഞാൻ ഇത്രയും പറഞ്ഞത് മോഡേൺ ഇന്ത്യയിലൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഖിലാഫത്ത് മൂവ്മെൻറ്റും കാര്യങ്ങളും. ഇവിടെയൊക്കെ നമ്മൾ കണ്ടത് എന്തോ ഇപ്പം അങ്ങനത്തെ ഖലീഫ് വേണമെന്നും പറഞ്ഞാണ് എന്ന് മുതൽ വേണം തുടങ്ങിയത്. എന്നോട് ചോദിച്ചാൽ തിരിച്ച് ഞാൻ ചോദിക്കും. 1900 ഞാൻ അങ്ങോട്ട് ഇപ്പം അതായത് ഫസ്റ്റ് വേൾഡ് വാർ വരെ ഖലീഫ് ആണ് തുർക്കി ഭരിച്ചിരുന്നത്. എൻ്റെ പിന്നാമ്പറം ഇതേ ഉള്ളൂ. പ്രോഫറ്റ് മുഹമ്മദിന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും വേണ്ടപ്പെട്ടവരും കൂടെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്താനും അത് പ്രകാരം ഒരു സിസ്റ്റം പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടാക്കാനും തീരുമാനിച്ചു. അങ്ങനെയാണ് അബ്ബാസിഡ് കാലിഫേറ്റ് എന്ന അറേബ്യയിൽ ഉണ്ടായത്. കുറച്ചു കാലം കഴിഞ്ഞ് അത് തുർക്കികൾ ആക്രമിച്ചു. അങ്ങനെ അറേബ്യയിൽ നിന്ന് കാലിഫേറ്റ് തുർക്കിയിലേക്ക് വന്നു. തുർക്കി സുൽത്താൻമാരായിരുന്നവരെല്ലാം കാലിഫ എന്ന പേരിൽ അറിയപ്പെട്ടു. ലോകത്തുള്ള സകലരും അവർ പറഞ്ഞ കേൾക്കണം. അത് കേൾക്കാത്ത ഒരാളായിരുന്നു ബാൽബൻ, കേൾക്കാത്ത വേറൊരാളായിരുന്നു അക്ബർ. അക്ബർ മേഡ് ദ ഡിക്രി ബൈ ഹിസ് ഓൺ സിഗ്നേച്ചർ, വേറെ ആരും അതിനകത്തില്ല. അപ്പം അങ്ങനെ കാലിഫേറ്റ് ഡെവലപ്പ് ചെയ്തു. പക്ഷേ ദാറ്റ് തുർക്കി വാസ് ഡിഫീറ്റഡ് ബൈ ഹൂം? ബ്രിട്ടീഷ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ. 1418 വാറിൽ തോപ്പിച്ചു. ആൻഡ് ദസ് കാലിഫേറ്റ് കം ടു ആൻ എൻഡ്. But that should be reinstated. A movement started known as a Khilafat movement. But at the same time, the educated youth of Turkey avoided caliphate. They wanted to create a parliamentary system of democratic government as in the case of Britain. So they started a movement led by Mustafa Kemal Pasha, who titled as the Atta Turk, തുർക്കികളുടെ പിതാവ് എന്ന പേരിൽ അദ്ദേഹം എന്ത് ചെയ്തു? To stop the caliphate, they formed a movement called Young Turk movement. So Young Turk movement was an anti-caliphate movement. Yes, these two systems developed in India also. അപ്പോൾ കാലിഫേറ്റ് തീരുന്നത് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ്. ശരിക്കും അതിൻ്റെ പതനം എന്ന് പറഞ്ഞാൽ 1924. ആ 1924 തകർന്നതായ കാലിഫേറ്റ് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശമാണ് ISSൻ്റെ ഏറ്റവും വലിയ ആശയം. ദാറ്റ് ഈസ് ദ റെവല്യൂഷണറി സ്ട്രഗിൾ. ക്ലിയർ ആയല്ലോ ആദ്യം മുതൽ അവസാനം വരെ. ദിസ് ഈസ് എ കേസ് ഓഫ് ദാറ്റ്. ഹിയർ ഇൻ അവർ കോൺസെപ്റ്റ് വാട്ട് ഐ ടോൾഡ് യു അബൌട്ട് ദ എൻലൈറ്റൻമെന്റ്, എല്ലാ മേഖലകളിലും, ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ, ഇൻ ദ ഫീൽഡ് ഓഫ് ഫ്രീഡം ഓഫ് ദ പ്രസ്, ഇൻ ദ ഫീൽഡ് ഓഫ് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്, ഇൻ ദ ഫീൽഡ് ഓഫ് ഗെറ്റിംഗ് നോളജ്, ഇൻ ദ ഫീൽഡ് ഓഫ് ഡിമാൻഡിങ് നേച്ചുറൽ റൈറ്റ്സ്, all these developed throughout the world around about 17th and 18th centuries. ഇനി ഇപ്പുറത്ത് വരാം. ഡൽഹി സുൽത്താനായിട്ട് കഴിയുന്നതോടുകൂടി കഴിയുന്നതിനെ വിളിച്ചോണ്ട് വന്നതാണ് ഇവിടെ മുഗൾസിനെ. ലോധി ഡിനാസ്റ്റിയെ തകർക്കാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നത് ബാബറിനെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാബറിന് തോന്നി നല്ല കാറ്റ്, നല്ല വെള്ളം, നല്ല ആഹാരം. ദൗലത് ഖാൻ ഇത് പറഞ്ഞു, ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല, നീ അവിടെ ചെന്ന് ഭാര്യയും പിള്ളേരെയും വിളിച്ച് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. അങ്ങനെ ആകെ മോഹഭംഗമായി ആർക്ക്? ദൗലത് ഖാൻ ലോധിക്ക്. ബാബർ ഇവിടം വിട്ട് പോയില്ല. ദേ സ്റ്റാർട്ടഡ് ദ മുഗൾ എംപയർ ഫ്രം 1526 to 1862. 1862 ലാസ്റ്റ് മുഗൾ റൂളർ ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡ് എക്സ്പയർഡ് ഇൻ പ്രിസൺ. ആ പീരീഡ് വരെ നമുക്ക് ഗ്രേറ്റർ മുഗൾസ് എന്ന് പറയാം. മിഡിവൽ പീരീഡിന്റെ മോഡേൺ പീരീഡും കൂടെ ചേർന്നുള്ളൊരു പീരീഡാണത്. മുഗൾസിനെ രണ്ടായി തിരിക്കുന്നു, ഗ്രേറ്റർ മുഗൾസ് ആൻഡ് ലേറ്റ് മുഗൾസ്. ഗ്രേറ്റർ മുഗൾസ് എന്ന് പറയുമ്പോൾ ബാബർ, ഹുമയൂണ്, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ,
ഔറംഗസീബ് എന്ന് പറഞ്ഞാൽ 1526 to 1707 is the great Mughal period. After Aurangzeb there was Farrukh Siyar, who was a man of wine and other ichijis. ഏതാണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ജഹാംഗീറിനോട് പറയാം. പക്ഷേ ജഹാംഗീർ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിരുന്നു. അതോടുകൂടി എംപയർ തകർന്നു തുടങ്ങി. ദാറ്റ് മീൻസ് മോഡേൺ പീരീഡ് ഓപ്പൺ ചെയ്യുന്നു. ദാറ്റ് കണ്ടിന്യൂസ് ഈവൻ ടുഡേ. അപ്പോൾ ഇത്രയും കാലഘട്ടത്തിൽ നമ്മൾ കണ്ട മാറ്റം എന്താ? ഇന്ത്യയിൽ കണ്ട മാറ്റം എന്താ? ജാതി വ്യവസ്ഥകളിൽ, ആചാരമര്യാദകളിൽ, പെരുമാറ്റ രീതികളിൽ, ഭരണക്രമങ്ങളിലൊക്കെ അടിസ്ഥാനപരമായ മാറ്റമുണ്ടായി. ബട്ട് ദീസ് ചേഞ്ചസ് in a profound way developed in Europe to an open battle. Primary of it was American War of Independence, and the major was the French Revolution. അതൊന്നുകൂടെ മനസ്സിൽ കാണുക. When we talk about the French Revolution, the main brains of the revolution were Rousseau, Voltaire, Montesquieu. Rousseau, Voltaire, Montesquieu stands for what? Or stood for what? Rousseau stood for a general will theory or a popular sovereignty, which we can have in our constitution. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആർ സോവറിൻ എന്നാണ്. ദാറ്റ് ഈസ് ഹൂ ഈസ് സോവറിൻ? പീപ്പിൾ ആർ സോവറിൻ. ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് റൂസോ. ദാറ്റ് തിയറി ഈസ് കാൾഡ് ജനറൽ വിൽ തിയറി. ദ വിൽ ഓഫ് ദ ജനറൽ പീപ്പിൾ, ദാറ്റ് ഈസ് ദ മെജോറിറ്റി വിൽ, should be implemented by the ruler. It is the duty of the ruler. ഇവിടെ ഏഷ്യൻ്റെ പുരാണം പറയുവാണെങ്കിൽ പ്രജാസുഖ രാജസുഖ, പ്രജാന സുഖ രാജന സുഖ, രാജസുഖാന രാജസുഖ. പ്രജാസുഖ രാജസുഖ. Happiness of the people is the happiness of the ruler. Happiness of the ruler is not the happiness of the ruler. It is the happiness of the people, the happiness of the ruler. That is it. That concept is known as a welfare state concept. ഇതാണ് ഇന്ത്യയുടെ ആപ്തവാക്യം. ജനശ്രേയസ്കരമായ ഒരു രാജ്യം. അതിന് ജനറൽ വില്ല് ആക്സെപ്റ്റ് ചെയ്യണം. അത് റൂസോ പ്രൊജക്റ്റ് ചെയ്തു. എവിടെ? ഇൻ ഫ്രാൻസ്, വേർ ദ ഡിക്റ്ററ്റോറിയൽ അഡ്മിനിസ്ട്രേഷൻ വാസ് പ്രസന്റ്. ലൂയിസ് 16 സ്വേച്ഛാധിപത്യം നടന്നിടത്താണ് റൂസോ വിളിച്ചു പറഞ്ഞത് അങ്ങനെ പറ്റത്തില്ല, ഭൂരിപക്ഷം പറയുന്ന പോലെ കേൾക്കണം. ലൂയിസ് 16 ആരെ കൊന്നില്ല? റൂസോയെ കൊന്നില്ല. കമ്പാരിസൺ ഞാൻ പറയുക. കഴിഞ്ഞതിന് അങ്ങേക്കൊല്ലം നമ്മുടെ നാട്ടിലെ സെൻട്രൽ ഗവൺമെന്റിനെതിരായിട്ട് ചില നിരൂപണം നടത്തിയ ഒരു പത്രപ്രവർത്തകയെ അവരുടെ വീട്ടിന്റെ വാതിൽക്കലിട്ട് ഇടിച്ചു കൊന്നു, അല്ലേ? ഈ നൂറ്റാണ്ടിലെ നമ്മുടെ സംസ്കാരം ഇതാണല്ലേ. ഫ്രഞ്ച് റെവല്യൂഷനിൽ ആ രാജാവിന് വലിയ കാര്യമൊന്നുമില്ല, ഒരു നേടിയാൽ റൂസോ തീരും. കൊന്നില്ല. അതെന്തിനെ കാണിക്കുന്നു? ഒരു ബോധോദയപൂർണമായ രാജാവിനെ കാണിക്കുന്നു. Montesquieu, the dictatorial rulers of Europe created the law, implemented the law, interpreted the law according to their will and pleasure. ഞാൻ നിയമം ഉണ്ടാക്കും, ഞാൻ നിയമം വ്യാഖ്യാനിക്കും, ഞാൻ നിയമം നടപ്പിലാക്കും, വേറെ ആരും ഇതിനകത്തില്ല. ഐ ആം ദി ഓംനിപോട്ടന്റ് അതോറിറ്റി. Montesquieu opposed it. അദ്ദേഹം പറഞ്ഞു, ട്രഡീഷൻ റിവീൽസ്, പാരമ്പര്യം എന്ത് പഠിപ്പിക്കുന്നു? പവർ കറപ്റ്റ്സ്, ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ്
ആബ്സല്യൂട്ട്ലി. അധികാരം അഴിമതിയിലേക്കും അമിതാധികാരം അമിത അഴിമതിയിലേക്കും വഴിതെളിക്കും. അതുകൊണ്ട് അധികാരം എന്ത് ചെയ്യണം? ബൈഫർക്കേറ്റഡ്, ഷുഡ് ബി ഡിവൈഡഡ്. അധികാര വികേന്ദ്രീകരണം ആവശ്യമാണ്.